നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആനിന്റെയും അധ്യാപനങ്ങളുടെ വെളിച്ചത്തിലാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിനാണ് കുടുംബം എന്ന് പറയുന്നത്. വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്, കുടുംബം പരിവർത്തനത്തിന്റെ മാതൃകാ കുടുംബം, പരിവർത്തനത്തിന്റെ ആദ്യ പാഠശാല എന്നാണ് നമ്മുടെ വിഷയം. അപ്പോഴെന്താണ് കുടുംബം? കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നാണ്. ആരാണ് കൂടുന്നത്? കുടുംബത്തിന്റെ അടിത്തറ വിവാഹത്തിൽ ഏർപ്പെടുന്ന കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീയും പുരുഷനുമാണ്. അപ്പൊ ആദ്യമായി കൂടുന്നത് കുടുംബത്തിന്റെ അടിത്തറയാകുന്ന സ്ത്രീയും അതേപോലെ പുരുഷനുമാണ്. ഈ കൂടുന്ന പ്രക്രിയക്കാണ് നമ്മൾ നിക്കാഹ് എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കണിശമായി 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്ത് മതചിട്ടയാർന്ന സംസ്കാര സമ്പൂർണമായ ഒരു കുടുംബമുണ്ടാകാൻ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി നിർദ്ദേശിച്ചത് കുടുംബത്തിലേക്ക് കടന്നു വരുന്ന, കുടുംബമായി ചേരുന്ന സ്ത്രീയും പുരുഷനും അവർ നന്നാവണം എന്നാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വളരെ പ്രബലമായ പ്രസക്തമായ ഈ വിഷയത്തിലെ ഒന്നാമത്തെ ഉപദേശം അതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, കുടുംബമായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന സ്ത്രീയും പുരുഷനും ചില കാര്യങ്ങളിൽ ഒത്തുചേരേണ്ടതുണ്ട്. അവരിൽ ചില സ്വഭാവങ്ങൾ സമ്മേളിക്കുമ്പോൾ മാത്രമാണ് അവരിലൂടെ ജനിക്കുന്ന മക്കളും നന്നാവുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിക്കുകയാണ്. കാര്യം അങ്ങനെ തന്നെയല്ലേ? ഏത് വിഷയമാണെങ്കിലും അങ്ങനെയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നിർമ്മിക്കണമോ? ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് അതിന് ഉപയോഗപ്പെടുത്തണം. നിങ്ങളിൽ പല ആളുകളും, കമ്പനിയുള്ള ആളുകൾ, പല ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ചെയ്യാറുള്ളത് എന്താ? നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണല്ലോ നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം ഈ വിഷയത്തിൽ ഇത് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള, അല്ലെങ്കിൽ നല്ല സംസ്കാര സമ്പന്നരായ സ്ത്രീകളും പുരുഷനുമാണ് ഒരുമിച്ച് ചേരുന്നതെങ്കിൽ അതിൽ നിന്ന് സംസ്കാര സമ്പന്നമായ കുടുംബം ഉണ്ടാകുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുണ്യനബി പറഞ്ഞത്, ഒരാൾ നല്ല കുടുംബം ഒരാൾക്കുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? നല്ല കുടുംബമായി, സമാധാന കുടുംബമായി ജീവിക്കണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടോ? നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്, പുരുഷനോട് പറയുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പാർട്ട്ണറായി വരാൻ പോകുന്ന, ജീവിതത്തിന്റെ പങ്കാളിയായി കടന്നു വരാൻ പോകുന്ന ഭാര്യയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ? തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൾഫർ ബിദാത്തിദ്ദീൻ. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷനോട് ശ്രദ്ധിക്കാൻ മുത്തുനബി പറയുകയാണ്. തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ. സാധാരണ രീതിയിൽ 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം നടക്കാറുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, കുടുംബ ജീവിതത്തിന്റെ പ്രാരംഭം വിവാഹമാണെന്ന്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ കൽപ്പിക്കുകയാണ്. കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ 4 കാര്യങ്ങളാണ് പ്രധാനമായി ശ്രദ്ധിക്കാറുള്ളത്. ലിമാലിഹാ. ചില ആളുകൾ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സമ്പത്തിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില ആളുകൾ സമ്പത്തിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. വലിജമാലിഹാ. വേറെ ചില ആളുകൾ അവർ ഭംഗിക്കാണ്, സൗന്ദര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്.
ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വലിഹസബിഹാ, മൂന്നാമതൊരു വിഭാഗമുണ്ട്, അവർ തറവാടിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. ചിലർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെണ്ണിന് സ്വത്തുണ്ടോ എന്നാണ് അവർ പ്രധാനമായി അന്വേഷിക്കാറുള്ളത്. വേറൊരു വിഭാഗം സൗന്ദര്യത്തിനാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത്. മൂന്നാമതൊരു വിഭാഗം അവർ കുടുംബത്തിനാ പ്രാധാന്യം കൊടുക്കാറുള്ളത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാലാമതൊരു വിഭാഗമുണ്ടവർ നന്നേ ചുരുക്കമാണെങ്കിലും വലിദീനിഹാ, സ്ത്രീയുടെ മതബോധമാണ് അവർ ശ്രദ്ധിക്കാറുള്ളത്. ശ്രദ്ധിക്കണം, അല്ലാഹുവിന്റെ ഹബീബ് ഈ 4 കാര്യവും എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഗ്ഫർ ബിദാത്തിദ്ദീൻ, فاظفر بذات الدين، فاظفر بذات الدين تربت يداك، فاظفر بذات الدين. മതബോധമുള്ള പെണ്ണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഫഗ്ഫർ, നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചോളൂവെന്ന്, കുടുംബ ജീവിതത്തിൽ വിജയിച്ചോളൂവെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകാ കുടുംബം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴേ ശ്രദ്ധിക്കണമെന്നാ പുണ്യനബി പറഞ്ഞത്. അതിൽ പുരുഷനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്, നല്ല കുടുംബം ജനിക്കണോ നിനക്ക്, നല്ല കുടുംബത്തിന്റെ ആളാവണോ നിനക്ക്. നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്താണ് ആ പ്രാർത്ഥനയുടെ പ്രസക്തി? കാലഘട്ടങ്ങളിൽ യുഗങ്ങൾ കടന്നു പോകുമ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും പ്രസക്തമാണ് ഖുർആൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന. നല്ലപോലെ ശ്രദ്ധിക്കേണ്ട പ്രിയമുള്ള സഹോദര, എന്തെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യന് ആവശ്യമുണ്ട്, എല്ലാം ദുആ ചെയ്യേണ്ട വാക്കുകൾ ഖുർആൻ പഠിപ്പിച്ചില്ല. ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ റബ്ബിനോട് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ചോദിച്ചോളൂ. ഏതാനും ചില പ്രാർത്ഥനകൾ മാത്രമാ വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചത്. എല്ലാ പ്രാർത്ഥനയുടെയും അക്ഷരങ്ങളും അതിന്റെ വാക്കുകളും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ല. ഏതാനും ചില പ്രാർത്ഥനകളാ വിശുദ്ധ ഖുർആൻ നേരെ അല്ലാഹു തന്റെ അടിമകളെ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ശ്രദ്ധിച്ചോളൂ നിങ്ങൾ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലന, ഞങ്ങൾക്ക് നീ ഔദാര്യമായി നൽകണേ തമ്പുരാനെ, ഓശാരമായി തരണേ അല്ലാ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഖുർറത അയ്യുനിൻ, കൺകുളിർമയേകുന്നവരെ നൽകണമേ തമ്പുരാനെ. നല്ല പോലെ ശ്രദ്ധിക്കൂ ഖുർആൻ. എന്നിട്ട് തൊട്ടടുത്ത് ഖുർആൻ പറയുകയാണ്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കൺകുളിർമയേകുന്ന ഭാര്യമാരെയും മക്കളെയും തരണേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു പറഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത് ഖുർആൻ പറഞ്ഞത്, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കണമേ തമ്പുരാനെ. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കൺകുളിർമയേകുന്ന ഭാര്യമാരുണ്ടാകണോ, കൺകുളിർമയേകുന്ന മക്കളുണ്ടാകണോ, ആ മക്കൾ തഖ്വയുള്ളവരാകണേ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളുടെ ഇമാമാക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യാനാ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണില്ലാതെ ഭർത്താവിന് തന്റെ കുടുംബ ജീവിതത്തിൽ സമാധാനം പൂർണ്ണമായി നൽകാൻ കഴിയില്ല. അല്ലാഹുവിനെ ഭയപ്പെടുന്ന മക്കളിലൂടെ അല്ലാതെ കുടുംബത്തിൽ സമാധാനം പുരലില്ലെന്ന് പ്രിയമുള്ള സഹോദര. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എത്രയെത്ര കുടുംബങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, കരഞ്ഞു കഴിയുകയാണവർ, കരഞ്ഞു കഴിയുകയാണ്. 18 വയസ്സ് പ്രായമായി കുഞ്ഞുമോളെ വിവാഹം കഴിക്കാനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പിതാവ് നല്ല ഒരുത്തന്റെ കയ്യിലാവണം തന്റെ മകളെ കല്യാണം ചെയ്തേക്കേണ്ടത്, തന്റെ മകളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ടത് നല്ല ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലായിരിക്കണമെന്ന് വാപ്പ ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഘട്ടത്തില്
ഒരു സുപ്രഭാതത്തിൽ തനിക്ക് വെളിച്ചമാകേണ്ട സന്തോഷമാകേണ്ട മകൾ കണ്ണുനീരായി മാറുന്ന വിവരം പിതാവ് അറിയുന്നത് എന്തേ കാരണം? നല്ല പോലെ ശ്രദ്ധിക്കണം. ഇമാമാ, തഖ്വയുള്ള ഭാര്യയിലൂടെയല്ലാതെ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മക്കളിലൂടെയല്ലാതെ സമാധാനമുള്ള കുടുംബം പുനർജനിക്കുകയില്ലെന്ന് വിശുദ്ധ ഖുർആന പഠിപ്പിക്കുന്നത്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ഒന്നാമതായി ശ്രദ്ധിക്കാൻ പറഞ്ഞത്. വിവാഹം കഴിക്കുമ്പോഴാ ശ്രദ്ധിക്കേണ്ടത്, വിവാഹം കഴിഞ്ഞിട്ടല്ല. കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആരാവണം ജീവിതത്തിന്റെ പങ്കാളിയെന്ന് ഓരോ പുരുഷനും തീരുമാനിക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കേട്ടോളൂ നിങ്ങൾ. പുണ്യ നബിയാ പറയുന്നത്, അദ്ദുന്യാ കുല്ലുഹാ മതാ, ദുനിയാവ് മുഴുവൻ ചരക്കുകളാണ്, ദുനിയാവ് മുഴുവൻ ഗിഫ്റ്റുകളാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സ്വാലിഹാ, ഒരാൾക്ക് ഭൗതികമായി ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഏതാണെന്നറിയുമോ? പുണ്യ നബിയാ പഠിപ്പിക്കുന്നത് അൽ മർഅതു സ്വാലിഹാ, സ്വാലിഹത്തായ ഭാര്യയാണെന്ന്. കാണുന്നതെന്നാ